നമ്മുടെ ഒരു പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു എന്നാ പറയുക, ഒരു കുഞ്ഞിനെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ. അവന് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വാക്സിനേഷൻ ഡേ ആണ്. അപ്പം 1-ാം മാസം 2-ാം മാസം കുത്തിവെപ്പ്. അപ്പോൾ കൊച്ചിനാണെങ്കിൽ ഇന്ന് പരീക്ഷയാണ്. അവൻ പരീക്ഷയ്ക്ക് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ അവനെ നമുക്ക് ഇറക്കിയിട്ട് വേണം പോകാൻ. അവൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അവൻ്റെ മോൻ കാണുന്നത്. മോൻ കാണിച്ചടാ സൈഡിലോട്ട്. ആ, അതാണ് അവൻ്റെ ഫ്രണ്ട്. അപ്പം നമ്മളിവരെ സ്കൂളിൽ ഇറക്കിയിട്ട് കുഞ്ഞിന് വാക്സിനേഷൻ കൊടുക്കാൻ പോവാണ്. കുറച്ച് വഴിക്ക് എത്തിയപ്പോഴത്തേക്ക് അവൾ വണ്ടി കിടന്ന് ഭയങ്കര ബഹളം. അപ്പം ഇടാനോ മൂത്രം ഒഴിക്കാനോ എന്തോ ആണെന്ന് തോന്നുന്നു. ഭയങ്കര ബഹളമായിട്ട് നമ്മളിവിടെ ഒരു സൈഡിൽ ഇങ്ങനെ വണ്ടി നിർത്തി അവളെ ഇറക്കിയത്. ഇനി അത് തന്നെയാണോന്നും നമുക്കറിയത്തില്ല. ഇവിടുന്ന് ഭയങ്കര സാധാരണ അങ്ങനെ പോകുമ്പോഴാണ് അവള് കണ്ടോ ശൂശു വെച്ചു. അതിനായിരുന്നു പാവ കിടന്ന് ഒരുപാട് ബഹളം ഉണ്ടാക്കിട്ടോ. ഞങ്ങൾ അവളെ ഇങ്ങനെ ഇങ്ങനെ ടർക്കി ഇട്ടിട്ട് അവളെ നമ്മൾ അതിനകത്ത് ഇരുത്തി. എന്നിട്ടും അവള് കിടന്ന് ബഹളമോ ബഹളം. പാവം ഇപ്പോഴാട്ടോ സമാധാനായത്. വാങ്ങി പോരാ, ഇനി എന്റെ മടിയിൽ ഇരുത്തട്ടെ. എന്നാ അവിടെ ഇരുന്നോട്ടോ. മിടിക്കുകയാണേ, ഗുഡ് ഗേൾ ആണേ, ഗുഡ് ഗേൾ ആട്ടോ, ഗുഡ് ഗേൾ. അവളെന്തായാലും കാറ് ചീത്തയാക്കിയില്ല. കരഞ്ഞ് കരഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാക്കിപ്പിച്ച് തന്നു ഇതാണ് അവൾക്ക് സംഭവം. എന്നാട്ടാ ഇച്ചിരി കഴിയുമ്പോൾ മടിയിലിരുത്താമേ. അപ്പം ഞങ്ങൾ വീണ്ടും ബാക്ക് ടു പയ്യന്നൂർ. മറ്റേ സിനിമയിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ മറ്റേ വിന്നി ശ്രീനിവാസൻ്റെ ഒക്കെ ആ പയ്യന്നൂരിലോട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം നമ്മൾ ഇവളെ വാങ്ങിച്ചത് അവിടെ നിന്നാണ്. അപ്പം അവിടെ ആ ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ട് ഇവളുടെ ഫസ്റ്റ് ഡോസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് കണ്ട പള്ളിയാണേ, അതാണ് എടക്കോം പള്ളി. രസമല്ലേ ഏട്ടായി? ഭയങ്കര വലുതല്ലേ, അടിപൊളി. നമ്മളിപ്പോൾ മാതമംഗലം എത്തി. ഇനിയും ഇവിടെ നിന്ന് നമുക്ക് എത്രയാണ് അതിനകത്ത് കാണിക്കണേ, 25 മിനിറ്റോ 20 മിനിറ്റോ 20 മിനിറ്റോളം ഇനിയും നമുക്ക് നമ്മുടെ അതെ നമ്മുടെ മിൽക്കിയുടെ ക്ലിനിക്കിൽ എത്താനുണ്ട്. അതെ, മിൽക്കി പെണ്ണ് ഞാൻ കുറേ നേരം മടിയിലിരുത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ താഴെ ഇരുത്തി. ഉറക്കമായിരുന്നു. ഇപ്പം ഞാൻ വർത്താനം പറയണ കേട്ടോണ്ട് എണീറ്റ് നോക്കുന്നുണ്ട് എന്താ സംഭവം. എടപ്പുവാ അവിടെ കിടന്നുറങ്ങിക്കോ. ഉറങ്ങാൻ പോവാണ്. ഒരാൾക്കടെ ഉറക്കം കണ്ടോ, വായി കുടിച്ച്. എങ്ങനെ ഇങ്ങനെ ഉറങ്ങണമെന്ന് എനിക്കറിയത്തില്ല. വീട് കുളിക്കം വന്നപ്പോഴത്തേക്ക് എണീറ്റു. നമ്മളങ്ങനെ ഏകദേശം നമ്മുടെ മിൽക്കിയുടെ ക്ലിനിക്ക് എത്താനാകുന്നു. ഉണ്ട് പയ്യാവൂരല്ലേ പയ്യന്നൂർ. ഈ പയ്യന്നൂരും പയ്യാവൂരും എനിക്ക് ഭയങ്കരമായിട്ട് മാറിപ്പോട്ടോ. അതാണ് പ്രശ്നം. അങ്ങനെ നമ്മള് പയ്യന്നൂരിന്റെ എത്തി. ഇവളുടെ ക്ലിനിക്കിൽ എത്താൻ ഇവിടെല്ല ഇച്ചിരി കൂടെ പോണം. ഇത് കാണുന്നില്ല. ഇവിടെ അല്ല, ഇനിയും പോണം. ഇതല്ല അത് തന്നെ. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. കൊറിയോൺ പെറ്റ് ക്ലിനിക്. കുത്തിട്ടിയോടി. അങ്ങനെ നമ്മൾ ക്ലിനിക്കിൽ നിന്നും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. കണ്ടോ, ഓറിയോൺ പെറ്റ് ക്ലിനിക് പയ്യാവൂരുള്ളതാണ്, പക്ഷെ പയ്യന്നൂരുള്ളതാണ്. നമ്മുടെ പെണ്ണുതാ കാണിക്കാൻ പറ്റത്തില്ല. നല്ല കുത്ത് കിട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പക്ഷെ കരഞ്ഞൊന്നുമില്ല അല്ലേ? അതെ, അവളെ മനസ്സിലാക്കി വരുന്നതിന് ഇപ്പം സംഭവം പരിപാടികളൊക്കെ തീർന്നു. റെഡി? എങ്ങനെ ഉണ്ടായിരുന്നു ഇഞ്ചക്ഷൻ എടുത്തിട്ട്? അതെ, വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ പോയി ചേരപ്പാമ്പല്ലേ, കറുത്ത ചേര. അങ്ങനെ നമ്മള് വീട്ടിലെത്തി. എനിക്ക് അവൾക്ക് ഇപ്പോഴാണൊന്ന് സന്തോഷമായത്. ഇത് അവൾക്ക് വേണ്ടിയിട്ടുള്ള
നോക്കാം സംഭവം എന്താന്ന്. പെറ്റ് മാറ്റാണ് സംഭവം, ഇങ്ങനെയാവും നമുക്കറിയത്തില്ല, നോക്കാം. നമ്മൾ പോയിട്ട് വന്നു. വാക്സിൻ എടുത്ത ആളത് അവിടെ ഇരിപ്പുണ്ട്. രാവിലെ ഒരു 12:30 ആയപ്പോൾ പോയത്. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ചേച്ചിയുടെ വീട്ടിലൊക്കെ കയറിയിട്ടാണ് വന്നത്. അതുകൊണ്ടാട്ടോ ലേറ്റായത്. നല്ല ക്ഷീണമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്ന പോലെയാണ് പോയിട്ട് വന്നിട്ട് തോന്നുന്നത്. പക്ഷെ നമുക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. ചായ വെക്കണം. ചായ വെച്ചിട്ടുണ്ട്. ഈ വൈകിട്ടത്തെ ചോറൂണിൻ്റെ പരിപാടികളൊക്കെ നോക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. നമ്മുടെ മിൽക്കി ഇവിടെ ഇരുന്ന് കരയുന്നത് കളിച്ചത്. ഇത് നമ്മുടെ മിൽക്കി കുഞ്ഞ് വന്നോണ്ടത് അവൻ മടിയിലെടുത്ത്. നമ്മുടെ മിൽക്കി കുട്ടിയും ചേട്ടനും ഭയങ്കര കളിയാണ്. അവർക്ക് ബോൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഭയങ്കര ബോൾ കളിയാണ്. അപ്പം നമ്മുടെ മിൽക്കിക്കുട്ടി ഇവിടെ നിന്ന് കളിക്കട്ടെ. നമുക്ക് അടുക്കളയിലോട്ട് പോകാം. അത്താഴത്തിൻ്റെ പരിപാടികളൊക്കെ നോക്കാനുണ്ട്. വന്ന ക്ഷീണത്തിൽ കുറച്ചും കൂടി ഇരുന്നു. ഇനിയിപ്പോൾ നോക്കട്ടെ, അത്താഴത്തിൻ്റെ പരിപാടികളൊക്കെ നോക്കട്ടെ കേട്ടോ. മിൽക്കിക്കുട്ടി ഇതോ ഇവിടെ കിടന്ന് നല്ല ഉറക്കമാണ്. കൂർക്കം പിടിച്ച് ഉറക്കുന്നുണ്ട്. ഞാൻ അടുക്കളയിൽ ഇരിക്കുമ്പോൾ ഇതാ ഇവിടെ വന്ന് എൻ്റെ കാൽച്ചുവട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങലാണ് ഇവളുടെ പരിപാടി. കണ്ട നല്ല ഉറക്കമാണ്. ക്ഷീണമുണ്ട് യാത്രയുടെയും കൂടെ ആയിട്ട്. യാത്രയുടെ മാത്രമല്ല, വാക്സിൻ എടുത്തതിൻ്റെ ക്ഷീണമുണ്ട്, യാത്രയുടെ ക്ഷീണമുണ്ട്. കാലിന് നല്ല വേദന ഉണ്ട് കേട്ടോ. നമ്മളറിയാതെ കാലിൽ തൊടുമ്പോഴേക്ക് ഭയങ്കര കരച്ചിലാട്ടോ പാവം. വേദനയുണ്ട്. എന്നാലും കളിച്ച് നടക്കും ഇങ്ങനെ. നാളെ അറിയാം എങ്ങനെയുണ്ടെന്നുള്ളത് ശരിക്കും.